നിലവിൽ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത് ബാർ കോഴയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് സ്റ്റേ ചെയ്യേണ്ട എന്നതാണ്. ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് വളരെ വിശദമായ കാര്യങ്ങളിലേക്ക് കൂടി ഹൈക്കോടതി കടന്നിട്ടുണ്ട്. വളരെ നാടകീയ രംഗങ്ങൾക്ക് കൂടിയാണ് ഇന്ന് കേരള ഹൈക്കോടതി സാക്ഷ്യം വഹിച്ചത്. ഒരു ഘട്ടത്തിൽ കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന കോടതി ബാർ കോഴയിൽ തെളിവുണ്ട് എന്ന കോടതിയുടെ പരാമർശം ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ വാദങ്ങളാണ്. അവിടെ എജിയും കപിൽ സിബലും തർക്കങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ തുടർവാദങ്ങളാകാം എന്ന് കോടതി പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് ഒരുപക്ഷെ കാര്യങ്ങൾ വളരെ വിപരീതമായി തന്നെ സർക്കാരിനും ഒപ്പം തന്നെ മാണിക്കും എതിരായി തന്നെ ഭവിച്ചത് എന്നുകൂടി നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് ഇത് കോഴപ്പണം എന്ന് പറയുന്നത് ജനങ്ങളുടെ പണമാണ്. ഇത്തരത്തിൽ മന്ത്രി കസേരയിൽ മാണി തുടരുന്നതിൽ കോടതിക്ക് ആശങ്കയുണ്ട്. തുടരണമോ വേണ്ടയോ എന്നത് രാജിക്കാര്യം മാണിയുടെ മനസാക്ഷിക്ക് വിടുന്നു എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഒരുപക്ഷെ സമീപകാലത്തെങ്ങും പല കോടതി വിധികളിലും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിധികൾ ഉണ്ടായിട്ടുണ്ട്, വളരെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുള്ള വിധികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തു നിന്ന് ജുഡീഷ്യറി ഇടപെട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വിജിലൻസ് കോടതിയുടെ വിധിയെ ശരിവെക്കുന്നതിന് അപ്പുറത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ കൂടി ഭരണതലത്തിൽ ഒക്കെ തന്നെ കോടതി നടത്തുമ്പോൾ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു. അല്ല സൗമ്യ, ഈ കേസ് ആദ്യഘട്ടത്തിൽ വെളിവാക്കുന്ന മുതൽ നമ്മൾ പരിശോധിച്ച ഏകദേശം 390 ദിവസങ്ങളോളം ആയിട്ടുണ്ട് ഈ കേസിൻ്റെ ഒരു നാൾ വഴിക്ക്. അതിനിടയിൽ 100 ദിവസമെങ്കിലും ഈ വിഷയവുമായി ബന്ധിപ്പിച്ച ചർച്ചയിൽ വിവിധ ചാനലുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെ വരുമ്പം ഓരോ സങ്കീർണ ഘട്ടങ്ങളെയും സന്നിഗ്ധ ഘട്ടങ്ങളെയും ഓരോ തരം ഒഴിവ് കഴിവ് പറഞ്ഞ് അലിബികൾ പറഞ്ഞ് അതിജീവിക്കുക എന്ന വളരെ അപഹാസ്യമായൊരു തന്ത്രമാണ് ഉമ്മൻചാണ്ടിയും കെ മാണിയും സ്വീകരിച്ചിരുന്നത്. കെ മാണിക്ക് നമുക്കറിയാവുന്നതുമാതിരി ഏറ്റവും പ്രായമേറിയ പരിചയമേറിയ പൊതുജീവിത സംശുദ്ധി ഇനി പറയേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ ഇല്ലല്ലോ, മറിച്ച് പൊതുജീവിത അനുഭവമുള്ള ഒരു മന്ത്രിയാണ് ഈ നിലവാരത്തിൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടേയിരുന്നത്. ഇപ്പോഴും അദ്ദേഹം രാജിവെക്കുമോ ഇല്ലയോ എന്ന സംശയത്തിന് വലിയ അടിസ്ഥാനം ഞാൻ കാണുന്നില്ല. കാരണം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് കെ എം മാണി അധികാരത്തിൽ തുടരുന്നത് സാധാരണക്കാർക്ക് ആശങ്ക ഉളവാക്കുന്നൊരു കാര്യമാണ് എന്ന നിലയ്ക്ക് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ രാജിവെക്കുന്നത് ധാർമ്മികതയുടെയോ സത്യസന്ധതയോ കോടതി വിധിയുടെയോ ഒന്നും കാര്യം കൊണ്ടല്ല, മറിച്ച് കോടതി പരാമർശത്തിൻ്റെ മേൽ ശ്രീ ആൻ്റണി രാജു പറയുകയുണ്ടായല്ലോ, ഇത് ഗൗരവതരമായ ഒരു വിധി, വേണമെങ്കിൽ അവർക്ക് ഡിവിഷൻ ബെഞ്ച് ഞങ്ങൾ അപ്പീൽ പോകാൻ പോകുന്നു എന്ന് പറയാം. ഇത്തവണ അത് പറയുമെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന് പറഞ്ഞതുമാതിരി നമ്മുടെ നിയമവ്യവസ്ഥയിൽ, നമ്മുടെ ഈ സംവിധാനത്തിൽ കോർട്ട് സീസ് ദി ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്, സാവധാനക്രമത്തിലെങ്കിലും അവസാനം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു മാണിക്ക് തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് രാജിവെക്കാം എന്ന് കോടതി പറയുമ്പോൾ ജനങ്ങൾക്ക് ഭയാശങ്ക ഉളവാക്കുന്നു രാജിവെക്കാതിരിക്കുന്നതെന്ന് കോടതി പറയുമ്പോൾ ഇതൊന്നും ജുഡിക്കൽ എന്ന് പറയാവുന്ന നിഗമനങ്ങളല്ല. കോടതിക്ക് പോലും പറയേണ്ടി വരുന്നു ഒരു നിയമജ്ഞനായ അല്ലെങ്കിൽ നിയമമന്ത്രിയായ മാണി ഇത്തരം കാര്യങ്ങളിൽ എടുത്ത അധാർമികമായ അവാസ്തവികമായ നുണയിൽ മുങ്ങിക്കുളിച്ച ഈ നിലപാട് കാണുമ്പോൾ അത് വളരെ ആശാവഹമായ ഒരവസ്ഥയാണ്. ഇന്നോ നാളെയോ അദ്ദേഹം രാജിവെക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് സന്ദേഹങ്ങളൊന്നുമില്ല. അവിടെ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ കോടതിയുടെ പരാമർശങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വരുന്നത് പ്രസക്തമാണ്, അത്തരത്തിൽ ഉണ്ടാകാറുമുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തു നിന്നുള്ളൊരു നിരീക്ഷണമല്ലേ ഇന്ന് ജുഡീഷ്യറി നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു ആ വിധത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുക കൂടിയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വിജിലൻസിന് ആശ്വാസം എന്ന തരത്തിൽ ആഭ്യന്തരമന്ത്രി വിലയിരുത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് ജുഡീഷ്യറിയുടെ ഇടപെടൽ ഒരുപക്ഷെ സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത, കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ലാത്ത, മറ്റ് സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത ഇടപെടലുകൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ പൊതുവിൽ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള, ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങളുടെയൊക്കെ മേലുള്ള ഒരു വളരെ ശക്തമായ ജുഡീഷ്യറി ഉപയോഗിക്കേണ്ട അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലായി കൂടി വേണ്ട ഇതിനെ വിലയിരുത്താൻ. അല്ല, ഒരു കോൺഗ്രസ് നേതാവ് നിലയ്ക്കും ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കും ഒക്കെ അദ്ദേഹം ആശ്വാസം പ്രകടിപ്പിക്കുമ്പം അത്ര ആശ്വാസകരമായൊരവസ്ഥയാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കാരണം ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അസഹ്യമാവുന്ന തരത്തിൽ നേരിട്ട് അദ്ദേഹം ഉത്തരവാദിത്വം വഹിക്കേണ്ട ഭാരങ്ങളായിരുന്നില്ല ഉമ്മൻചാണ്ടിയും കെ എം മാണിയും. ഇരുവരും ചേർന്ന ഒരു അവിശുദ്ധ സഖ്യമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ഉമ്മൻചാണ്ടിക്ക് പകരം മറ്റൊരാളില്ല എന്ന കോൺഗ്രസിൻ്റെ വാദമുഖത്തിന് ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിന് ജനത നൽകേണ്ടി വരുന്ന ഏറ്റവും കനത്ത വിലയിലൊന്നാണിത്. അത് നന്നായി അറിയുന്ന ആളുകളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല.
അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആശ്വാസം ഇപ്പോൾ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇതിനപ്പുറത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ പിന്നെ കെ എം മാണിയെ സംബന്ധിച്ച് രാജിവെക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് തന്നെ അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ ചാനലുകളോ അല്ലെങ്കിൽ കുന്തമുനകളോ, ബാർക്കോഴ കേസിൻ്റെ യഥാർത്ഥ ആരോപണത്തിൻ്റെ കുന്തമുന നീങ്ങുന്നത് 1 കോടി വാങ്ങിയ ആളിൻ്റെ നേരെ മാത്രമല്ലല്ലോ, 10 കോടി വാങ്ങിയ മറ്റൊരാളപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവിടെയാണ് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ കെ പി അനിൽകുമാർ കൂടി നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ കെ പി അനിൽകുമാർ, കോടതിയുടെ വിധി കണ്ടിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. തുടരന്വേഷണം ശരിവെക്കുന്നതോടൊപ്പം തന്നെ കോടതി ചോദിക്കുകയാണ്, മാണി മന്ത്രി കസേരയിൽ തുടരുന്നതിൽ കോടതിക്ക് ആശങ്കയുണ്ട്, രാജിവെക്കണമോ എന്ന കാര്യം അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് വിടുകയാണ്. പൊതുജനങ്ങളുടെ സാഹചര്യങ്ങളിൽ കോടതി ആശങ്ക പ്രകടിപ്പിക്കുന്നു. ശ്രീ അനിൽകുമാർ. ഞാനിത് കുറച്ച് നേരത്തെ വന്ന മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു, കോടതിയുടെ പരാമർശമുണ്ടായ സാഹചര്യത്തിൽ സീസറിന്റെ ഭാര്യ പരിശുദ്ധയായാൽ മാത്രം പോരാ, അത് സാമാന്യ ജനത്തിന് ബോധ്യപ്പെടണം എന്നുള്ള ലോകതത്വം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. യെസ്, പക്ഷെ ഇതുവരെയും അത്തരം ആവശ്യങ്ങൾ കോൺഗ്രസിനുള്ളിലായാലും UDF-നുള്ളിലായാലും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വളരെ ശക്തമായ സാഹചര്യത്തിലും മുഖ്യമന്ത്രി എടുത്ത ഒരു നിലപാട് അതുതന്നെയാണ് മാണിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയത്. അതിനുമപ്പുറത്തേക്ക് ഒരു തീരുമാനം വരും ദിവസങ്ങളിലുള്ള സുപ്രധാനമായ മീറ്റിങ്ങുകളിൽ പ്രത്യേകിച്ച് KPCC ചേരാനിരിക്കുന്നു, UDF ചേരുന്ന സാഹചര്യമുണ്ട്, അതിലൊക്കെ ഉണ്ടാകും. ശ്രീ അനിൽകുമാർ. അല്ല, കോടതി വിധി വന്നത് ഇന്നല്ലേ? അല്ല, അതിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒരുപക്ഷെ കാര്യങ്ങൾ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് കൂടുതൽ ഗൗരവമായി തന്നെ ഉള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിലും 11-12 തീയതികളിൽ നടക്കുന്ന KPC യോഗം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ, മുന്നണിക്കുണ്ടായ പരാജയത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിനോടൊപ്പമാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം കൂടി കോടതിയുടെ ഭാഗത്ത്. പക്ഷേ ശ്രീ KP അനിൽകുമാർ, ആദ്യ വിധി നേരത്തെ ഈ കഴിഞ്ഞ ആഴ്ചയിലായി കോടതിയിൽ നിന്നും വന്നപ്പോൾ പോലും അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി അടക്കം എടുത്തിരുന്നത്. കോടതി ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ വളരെ സംശയദൃഷ്ടിയോടുകൂടിയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കോടതി ഇങ്ങനെ പറയുമ്പോഴും മാണിയുടെ രാജി ഒരു പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ സുതാര്യമാണെങ്കിൽ രാജിവെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം അതാകും ശരി എന്ന രീതിയിലൊക്കെ കോടതി നിരീക്ഷിക്കുമ്പോൾ അത്തരത്തിലായിരിക്കുമോ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ? തീർച്ചയായും അല്ല. ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങളുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു നിമിഷം നേരത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. അതാണ് ജനാധിപത്യപരമായ മര്യാദ. ശ്രീ KP അനിൽകുമാർ, പക്ഷേ താങ്കളുടെ അറിവിലേക്ക് കൂടി പറയുകയാണ്, മാണി രാജിവെക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. 2 ദിവസത്തിനകത്ത് മാണിയുടെ രാജി ഉണ്ടാകും എന്ന സൂചനകൾ കൂടിയാണ് വരുന്നത്. ശ്രീ KP അനിൽകുമാർ. അല്ല, അതേക്കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയാൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ തീർച്ചയായും രാജിവെക്കുക എന്നത് അത് ആദ്യം മുതൽക്കേ തന്നെ പ്രതിപക്ഷമായാലും ഈ കോട പ്രശ്നങ്ങളൊക്കെ സജീവമായി ചർച്ച ചെയ്ത ഘട്ടത്തിലെല്ലാം നമ്മൾ ധാർമ്മികതയുടെ വിഷയം സംസാരിച്ചു കഴിഞ്ഞതാണ്. ധാർമ്മികതയും ഈ പറഞ്ഞതുപോലെ മനസാക്ഷിയുടെ കാര്യങ്ങളുമെല്ലാം മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അതിനും അപ്പുറത്തേക്ക് വിജിലൻസ് കോടതിയുടെ വിധിയുണ്ട്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സാങ്കേതികത്വം ഒക്കെ കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ കോടതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ധാർമ്മികത എന്നതിനപ്പുറത്തുള്ളൊരു ഘട്ടത്തിലേക്കാണ്. സംശയത്തിന്റെ നിഴലിലാണ്. കോടതി പറയുന്നു മന്ത്രിസ്ഥാനത്ത് മാണി തുടരുന്നതിൽ ജനങ്ങളുടെ സാഹചര്യങ്ങളിൽ കോടതിക്ക് ആശങ്കയുണ്ടെന്ന്. ധാർമ്മികതയല്ല, അതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ശ്രീ അനിൽകുമാർ. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. ഇവിടെ ശ്രീ പി മനോജ്, ഇവിടെ ഒരുപക്ഷെ അനിൽകുമാറിനും ആയാലും നേരത്തെ നമ്മൾ സംസാരിച്ച ചെന്നിത്തലയ്ക്കായാലും ഒക്കെ പ്രതികരിക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കോടതി നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ താൻ ചെയ്ത കാര്യങ്ങൾ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയേറെ തെളിവുകൾ വരുന്ന സാഹചര്യത്തിൽ പോലും അല്ലെങ്കിൽ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ പോലും രാജിവെച്ചിരുന്നെങ്കിൽ ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതാണോ പ്രശ്നം? സംശയത്തിൻ്റെ നിഴലിൽ തന്നെയല്ലേ പൂർണ്ണമായി നിൽക്കുന്നത്? ഒരു പക്ഷേ ഒരു കുറ്റവാളിയുടെ ആ ഒരു പൊസിഷനിൽ തന്നെയല്ലേ നിൽക്കുന്നത് മാണി? തീർച്ചയായും അത് ശ്രീ ആന്റണി രാജുവിന് മനസ്സിലായി.
ഇന്നലെ വരെ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ മണിക്കൂർ വരെ മാണിക്ക് വേണ്ടി ഘോരം ശബ്ദിച്ച നാവാണ് ആന്റണി രാജുവിൻ്റേത്. ആ ആന്റണി രാജു ഇപ്പോൾ പറയുന്നു കോടതി വിധി ഗുരുതരമാണ്, ഗൗരവമുള്ളതാണ്, അത് ഞങ്ങൾ ആലോചിക്കുമെന്ന്. അതുപോലെ കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിൽ നിന്ന് മാത്രമാണ് അത്. പിന്നെ ഇപ്പോൾ ടി.എൻ. പ്രതാപനും വി.ഡി. സതീശനും ഒക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും കൃത്യമായി ഐ ഗ്രൂപ്പിൻ്റെ ശബ്ദമാണ് മാണിയുടെ രാജിക്ക് വേണ്ടി വരുന്നത്. എന്നിട്ടും എ ഗ്രൂപ്പ് സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. ഇങ്ങനെ വിജിലൻസ് കോടതി വന്നപ്പോൾ, അതുപോലെ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ, പിന്നെ വിജിലൻസിൻ്റെ അന്വേഷണ പുരോഗതി വന്നപ്പോൾ അതിലൊക്കെ മാണി കുറ്റക്കാരനാണ് എന്ന ഓരോ ഘട്ടത്തിലും വെളിപ്പെടുന്നു, തെളിവ് വരുന്നു. അപ്പോഴൊക്കെ ഇവരെന്താ പറഞ്ഞത്? അത് ജനകീയ കോടതിയിൽ ഞങ്ങൾ പിന്നെ തെളിയിക്കും, ഞങ്ങൾ കുറ്റവിമുക്തരാണെന്ന് ജനകീയ കോടതി തെളിയിക്കും. ആ ജനകീയ കോടതി അരുവിക്കര പോലുള്ള വിധികളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ജനകീയ കോടതിയിൽ ഇതാ അഗ്നിശുദ്ധി വരുന്നു എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ ഇതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൂക്ക് കുത്തി വീണു. ജനകീയ കോടതി ഇവരെ ശിക്ഷിച്ചിരിക്കുന്നു, യഥാർത്ഥ കോടതി ഇവരെ നീതിന്യായ കോടതി ഇവരെ ശിക്ഷിച്ചിരിക്കുന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന ധാരണ UDF-നകത്ത് തന്നെ വന്നിരിക്കുന്നു. ഐ ഗ്രൂപ്പ് അത് പരസ്യമായി പറയുന്നു. അതുപോലെ ആന്റണി രാജുവിനെ പോലെ ഉള്ള ആളുകൾ, അതുപോലെ PJ ജോസഫ്, യഥാർത്ഥത്തിൽ PJ ജോസഫാണല്ലോ മാണിക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കേണ്ടത്, അദ്ദേഹമാണല്ലോ വാദിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം പോലും പറയുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന അവസ്ഥയിലേക്ക് പോകുന്നു. മാണി ഇപ്പോൾ രാജിവെച്ച് പോകാത്തത് മാണിക്ക് അവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് മാണിക്ക് വിശ്വസ്തനായ ഒരാളെ മന്ത്രിയായി അവരോധിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. മാണിക്ക് ഏതെങ്കിലും തരത്തിൽ തൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തീർക്കാനുള്ള ഒരാൾ കേരള കോൺഗ്രസ് ഇല്ലാതായിരിക്കുന്നു. മാണിയുടെ വിശ്വാസ്യത കേരള കോൺഗ്രസിൽ മാണിക്കുള്ള വിശ്വാസ്യതയും രണ്ടും തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രതിസന്ധി നിറഞ്ഞ, നേരത്തെ PC ജോർജ് പറഞ്ഞു ഇങ്ങോട്ട് പോരെ ഞാൻ സംരക്ഷിച്ചോളാമെന്ന്, അങ്ങനെ PC ജോർജിനെ പോലുള്ള ഒരു രക്ഷകനെ തേടിയാണ് കേരള കോൺഗ്രസിൻ്റെ മറ്റുള്ള ആളുകൾ പോകുന്നത്. അതുമാത്രമല്ല UDF-ൻ്റെ നെടുന്തൂണാണ് മധ്യ തിരുവിതാംകൂർ, മധ്യ കേരളത്തിൽ മാണി കേരള കോൺഗ്രസ്. ആ പാർട്ടിയാകെ തകരാൻ പോകുന്നു, UDF-ഉം തകരാൻ പോകുന്നു. ഇതിനൊക്കെ ഉത്തരവാദി മാണിയെ സംരക്ഷിച്ച അവസ്ഥ, പിന്നെ ഇവർ തമ്മിലുള്ള പരസ്പര ഇടപാടുകൾ അതിലൊക്കെയാണ് ഈ UDF-ൻ്റെ തന്നെ തകർച്ച വരാൻ പോകുന്ന സ്ഥിതി വന്നിരിക്കുന്നത്. ഏതായാലും മാണിയുടെ ഒരു പ്രതികരണം കാത്ത് എല്ലാവരും പാലായിലേക്ക് പോയിരുന്നു, പീപ്പിളിന്റെ റിപ്പോർട്ടർ അടക്കമുള്ളവർ. പക്ഷേ മാണി ഇപ്പോൾ എറണാകുളത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പാലായും കോട്ടയും ഒക്കെ കേരള കോൺഗ്രസിനൊപ്പം മാണി ഗ്രൂപ്പിനൊപ്പം ആണല്ലോ എന്ന ഒരു ന്യായീകരണം പറഞ്ഞ് നിന്ന മാണി ഈ ഘട്ടത്തിൽ രാജിക്ക് ഒരുങ്ങുന്നു എന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പാലായിൽ നിന്നും TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? മാണി ഇപ്പോൾ മാധ്യമങ്ങളെ തൽക്കാലം കാണണ്ട എന്നൊരു നിലപാടിൽ തന്നെയാകും, അതായിരിക്കും ഇത്തരത്തിൽ പെട്ടെന്ന് എറണാകുളത്തേക്ക് പോയത്. എന്താണ് വിവരങ്ങൾ? സൗമ്യ, ബാർക്കോഴ വിധിയെ സംബന്ധിച്ചുള്ള പ്രതികരണം എടുക്കാൻ വേണ്ടിയാണ് രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയത്. എന്നാൽ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വിധിയിൽ യാതൊരു തരത്തിൽ ആശങ്കയില്ല, ചർച്ച എവിടെ വേണമെങ്കിലും നടന്നുകൊള്ളട്ടെ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മണ്ഡലത്തിലെ ചില കല്യാണങ്ങൾക്കാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. എന്നിട്ട് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് അല്പസമയത്തിനകം തന്നെ തിരിച്ചു വരുമെന്നാണ്. എന്നാൽ മാധ്യമപ്രവർത്തകർ വീടിന്റെ മുമ്പിൽ തമ്പടിച്ചതോടുകൂടി അദ്ദേഹം കിടങ്ങൂർ ഭാഗത്ത് നിന്നും പിന്നീട് നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയുണ്ടായി. നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വന്ന് അല്പസമയം അവിടെ വിശ്രമിച്ചു. ഇതറിഞ്ഞ മാധ്യമപ്രവർത്തകർ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ നിന്ന് അദ്ദേഹം കുമരകം വഴി ചേർത്തല വഴി നേരെ എറണാകുളത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ PJ ജോസഫ് മറ്റൊരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും മാധ്യമപ്രവർത്തകർ ആരാഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിധിയെ കുറിച്ച് പഠിച്ച ശേഷം പറയാം എന്ന് മാത്രമാണ്. എന്തായാലും മാണി ഗ്രൂപ്പിനകത്തും ജോസഫ് ഗ്രൂപ്പിനകത്തും വലിയ ഒരു തരത്തിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തൽക്കാലം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതികളിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ തൽക്കാലം വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്കിൽ തന്നെയും പാർട്ടിക്കെതിരെ വലിയൊരു പടയൊരുക്കം വളരെ രഹസ്യമായി തന്നെ പാർട്ടിക്കുള്ളിൽ രൂപം കൊള്ളുന്നു എന്നുള്ളതിന്റെ ഒരു വസ്തുത കൂടിയുണ്ട്. എന്തായാലും ബാർക്കോഴെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലൊരു വിധിയിൽ മാണി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഉദ്യോഗം നിറഞ്ഞ ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ കോട്ടയത്തെ മാധ്യമപ്രവർത്തകർക്ക് ഉള്ളത്. കാരണം ഇക്കാര്യങ്ങളെ കുറിച്ച്
ചില നിർണായക ഘട്ടത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കോട്ടയത്തെ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തന്റെ കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇവിടെ അതിന് പോലും ഒരു ഇട നൽകാതെ കോട്ടയത്ത് നിന്നും കോട്ടയത്തിന്റെ അതിർത്തി കടന്ന് എറണാകുളത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു വസ്തു കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പക്ഷേ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുകൂടിയാണ് മാണി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. 5 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് അറിയുന്നത്. അതിനിടയിൽ തലസ്ഥാനത്ത് അടക്കം വലിയ രാഷ്ട്രീയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാണിക്കെതിരായി ആദ്യം മുതൽക്കേ തന്നെ കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും ഉണ്ടായിട്ടുള്ള ഭിന്നസ്വരങ്ങൾ അത്തരക്കാർ കൂടുതൽ സ്ട്രോങ് ആയിരിക്കുകയാണ്. മാണി രാജി വെപ്പിക്കുക എന്നൊരു നിലപാടിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും.